സെക്യൂരിറ്റി ജീവനക്കാരനെ മർദ്ദിച്ച കേസിൽ നടൻ സൗബിൻ സാഹിറിനെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു. കൊച്ചിയിലെ ഫ്ളാറ്റിൽ സൗബിൻ കാറ് പാർക്ക് ചെയ്യവെയാണ് സെക്യൂരിറ്റിയുമായി വാക്കേറ്റവും കയ്യാങ്കളിയും നടന്നത്. സെക്യൂരിറ്റി ജീവനക്കാരന്റെ പരാതിയിന്മേലാണ് സൗബിനെ അറസ്റ്റ് ചെയ്തത്. വിവരങ്ങളുമായി ശ്രീ എൻ പ്രകാശ് ചേർന്നു. പ്രകാശ്, എന്തൊക്കെയാണ് സംഭവിച്ചത് മനസ്സിലാക്കുന്നതനുസരിച്ച്? ഗോപികൃഷ്ണൻ, ഇന്നലെയാണ് സംഭവം. കൊച്ചി തേവരയിലുള്ള ചാക്കോള ഫ്ളാറ്റ് സമുച്ചയത്തിന് മുന്നിൽ സൗബിൻ തന്റെ കാറ് പാർക്ക് ചെയ്യാൻ ശ്രമിച്ചു. അത് അനധികൃത പാർക്കിംഗാണ് എന്ന് ചൂണ്ടിക്കാട്ടി സെക്യൂരിറ്റി ജീവനക്കാരൻ ഇടപെട്ടു. കാറ് ഗതാഗത തടസ്സമുണ്ടാക്കി പാർക്ക് ചെയ്യരുത് എന്നായിരുന്നു സെക്യൂരിറ്റി ജീവനക്കാരൻ ആവശ്യപ്പെട്ടത്. എന്നാൽ ഈ കാറ് മാറ്റാൻ സൗബിൻ തയ്യാറായില്ല. ഇത് മാറ്റിയിടണമെന്ന് ആവശ്യപ്പെട്ട് സെക്യൂരിറ്റി ജീവനക്കാരനുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയായിരുന്നു. പിന്നീട് അത് ചെറിയ തോതിലുള്ള കയ്യാങ്കളിയിലേക്ക് മാറുകയും ചെയ്തിരുന്നു. തുടർന്ന് സെക്യൂരിറ്റി ജീവനക്കാരനെ മർദ്ദിക്കാനുള്ള സൗബിന്റെ ഭാഗത്തുണ്ടായി എന്നാണ് സെക്യൂരിറ്റി ജീവനക്കാരൻ പോലീസിന് നൽകിയിട്ടുള്ള പരാതിയിൽ പറയുന്നത്. സൗബിൻ താഹിർ ഒരു പുതിയ ചിത്രത്തിന്റെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കൊച്ചിയിലുണ്ട്. കഴിഞ്ഞ ദിവസം ഹർത്താൽ ദിനത്തിൽ സൈക്കിൾ ചവിട്ടി കൊച്ചിയിലൂടെ സഞ്ചരിച്ച അദ്ദേഹത്തിന്റെ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് എറണാകുളം സൗത്ത് പോലീസാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടയച്ചത്. സൗബിന്റെ വേർഷൻ വല്ലതും കിട്ടിയിട്ടുണ്ടോ? അദ്ദേഹം പറയുന്നത് എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ടോ? അദ്ദേഹവുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ പ്രതികരണം ലഭ്യമാകാൻ അതുകൊണ്ട് തന്നെ ശ്രമിച്ചു. പക്ഷേ അത് അദ്ദേഹത്തിന്റെ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമായിട്ടില്ല. ഏതായാലും സെക്യൂരിറ്റി ജീവനക്കാരനെതിരായി പോലീസിൽ സൗബിൻ പരാതി നൽകിയിട്ടില്ല ഇതുവരെയും. പ്രകാശാണ് വിവരങ്ങൾ നൽകിയത്.